എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്ക്, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരമാകട്ടെ, ഏതൊരു കാര്യമാകട്ടെ, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൻ സല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅത്തിൻ യദ്രികു തക്ബീറത്തുൽ അവ്വൽ കുതിബ ലഹു ബറാഅതൻ വബറാഅതൻ മിനൻ നാർ വബറാഅതൻ മിനൻ നിഫാഖ് ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ, നമ്മുടെ എല്ലാവരും അല്ലാഹുവോട് ദുആ ചെയ്യുന്ന എന്താ? അല്ലാഹുവേ നരകത്തിനെ തൊട്ട് കാക്കണേ പടച്ചവനെ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. ഞാനും നിങ്ങളും എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ 40 ജമാഅത്ത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 40 വഖത്ത് നിസ്കാരം, എന്റെ പ്രിയപ്പെട്ടവരെ, 40 ദിവസം ജമാഅത്തായിട്ടുള്ള നിസ്കാരം, അവ്വൽ തക്ബീറോടുകൂടി ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ആ ഒന്നാമത്തെ തക്ബീർ മുടങ്ങാതെ 40 ദിവസം ആര് ജമാഅത്തായി നിസ്കരിക്കുന്നുണ്ടോ അവൻ അല്ലാഹു 2 പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 പ്രതിഫലം 40 ദിവസം അവ്വൽ തക്ബീർ. പ്രതിഫലം കിട്ടിയിട്ടുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും 40 ദിവസം മുടങ്ങാതെ മുസമ്മിലും എല്ലാം കിട്ടിയാലേ കിട്ടാൻ വളരെ കാരണം എന്ന് പറഞ്ഞാൽ അല്ല, ഒരെണ്ണെങ്കിലും പോകും. അത് വെറുതെ ഒന്നും അങ്ങനെ കിട്ടില്ല. വളരെ പിന്നെ മുസമ്മിൽ ഉസ്താദ് 40 ദിവസമായിട്ട് ഇവിടെ തന്നെ ഭാഗം കൊടുത്തിക്കാമത്തുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, 40 ദിവസം അവ്വല് തക്ബീറും മുടങ്ങാതെ ജമാഅത്തായി നിസ്കരിക്കുന്ന മനുഷ്യൻ അല്ലാഹ് 2 പ്രതിഫലം കൊടുക്കും. ഒന്ന്, അവനെ നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നരകത്തിന്റെ തീ, അല്ലാഹുവേ നരകത്തിന്റെ തീ അവന്റെ ശരീരത്ത് തൊടില്ല, നരകത്തിന്റെ തീ ആ മനുഷ്യനെ തൊടില്ല. 2, മുത്തുനബി പറഞ്ഞു, വബറാഅത്തും മിനൻ നിഫാഖ്, നിഫാഖ്, ലോക അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാപട്യത്തിൽ നിന്ന് അല്ലാഹു ആ മനുഷ്യന് സംരക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ പലരും മുനാഫിക്കുകളായിക്കൊണ്ടിരിക്കുക, പള്ളിയൊന്നും ഇല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ കാഫിരീങ്ങൾ കാണുന്ന അല്ല, കള്ളുകുടിയനും പെണ്ണുകുടിയനൊന്നും അല്ല. നരകത്തിൽ അല്ലാഹു ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുന്നത് മുനാഫിക്കിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മത്സരിക്ക് 40 ദിവസം ഇൻഷാ അല്ലാഹ് എന്റെ അവ്വല് തക്ബീർ മുടങ്ങൂല, ഞാൻ ജമാഅത്തായിട്ട് നിസ്കരിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ നിസ്കരിക്കാൻ കഴിയണം. ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അങ്ങനെയെങ്കിലും, നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും 40 വഖത്ത് നിസ്കാരം, 40 ദിവസത്തെ അവ്വല് തക്ബീർ മുടക്കാതെ നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതാ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിലൊരു മനസ്സാ, ഒരു ആഗ്രഹമാണ്. അങ്ങനെ നമസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ വല്ലാത്ത ഒരു ലഹരിയ, അതിൽ വല്ലാത്ത ഒരു ആനന്ദമുണ്ട്. അതുകൊണ്ടാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അസ്വദ് റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് കിടന്ന് കരയുകയാണ്. തന്റെ കുടുംബക്കാരെല്ലാവരും വന്നിട്ട് ചോദിച്ചു, എന്തിനാ കരയണേ? അവര് വിചാരിച്ചു മരിക്കാൻ പേടിച്ചിട്ട് കരയാൻ, മരിക്കാൻ പേടിച്ചിട്ട് കരയാന്നാ കരുതിയെ. പക്ഷേ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അസ്വദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇനി മുതൽ നിസ്കരിക്കാൻ പറ്റത്തില്ലല്ലോ, അത് ഓർത്തിട്ട് കരയാ. മരിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. ആ നിസ്കരിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖവും ഒരു ആനന്ദവും അതൊരു ലഹരി ഇല്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, അത് ഓർത്തിട്ടാ ഞാൻ കരയുന്നത് എന്ന് മഹാനവറുകൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ നമസ്കാരത്തിനൊരു ലഹരിയുണ്ട്. അത് വല്ലാതെ, അത് അള്ളാഹുവുമായിട്ടുള്ളൊരു മുനാജാത്താണല്ലോ. പടച്ച റബ്ബിന്റെ മുന്നിൽ, അള്ളാഹ് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ റബ്ബുമായിട്ടുള്ള ആ ഒരു സംഭാഷണം, എന്റെ പ്രിയമുള്ളവരെ, അത് വല്ലാത്തതാ. അത് അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ വഖത്ത് നിസ്കാരത്തിനും വലിയ വലിയ മഹത്വങ്ങളാവുള്ളേ. നമ്മൾ നമസ്കരിക്കുന്ന ഓരോ വഖത്തുകൾക്കും വല്ലാത്ത പ്രതിഫലം. ഹദീസിന്റെ കിതാബിൽ കാണാം, ദുഹറിന്റെ സമയത്തുള്ള നമസ്കാരം, ദുഹർ നമസ്കാരം, നമ്മളൊക്കെ ജമാഅത്തായിട്ട് ദുഹർ നമസ്കരിക്കുമല്ലോ. ആ നമസ്കാരത്തെ കുറിച്ച് പറയുന്നത്, ആ ദുഹറിന്റെ സമയത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ നരകം ആളിക്കത്തുന്ന സമയം. ആ ദുഹറിന്റെ സമയം, ആ നട്ടുച്ച സമയം, നരകം വല്ലാതെ ആളിക്കത്തുന്ന സമയമാണ്. നരകം വല്ലാതെ ആളിക്കത്തുന്ന സമയം. ആ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണെങ്കിൽ
ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ ളുഹർ നമസ്കാരം നമസ്കരിക്കുകയാണെങ്കിൽ മാതാവ് പ്രസവിച്ചതുപോലെ, നമ്മുടെ ഉമ്മ പ്രസവിച്ചതുപോലെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയും, പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ളുഹർ നിസ്കരിച്ചാൽ, ജമാഅത്തായി ളുഹർ നിസ്കരിക്കുമ്പോൾ ആ ളുഹറിന്റെ സമയത്ത് നരകം ഇങ്ങനെ ആളിക്കത്ത, ആ നരകം ആളിക്കത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് വുളുവെടുത്തിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ 4 റക്അത്ത് നിസ്കരിച്ചാൽ അവന്റെ ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ കഴുകി ശുദ്ധമാക്കി പള്ളിയിൽ നിന്ന് പടച്ചവനെ യാത്രയാക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അസർ നമസ്കാരം മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം പഴം കഴിച്ച സമയമാണ് അസർ. വലിയ പഠിക്കാനുള്ളതാ അസറിന്റെ സമയം. ആദം നബി അലൈഹിസ്സലാം ആ അസറിന്റെ സമയത്താണ് സ്വർഗത്തിൽ നിന്ന് പഴമെടുത്ത് കഴിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അസർ നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ ശരീരത്തിന് ആരോഗ്യം കൊടുക്കും, അവന്റെ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര സത്യവാ! ഇപ്പൊ മനസ്സിലായ അസറിന് ശേഷമുള്ള ഓട്ടമൊക്കെ. സുബൈക്ക് ശേഷം കിടന്ന് ഓടുന്ന മഹാന്മാരുണ്ടല്ലോ, സത്യത്തിൽ അസറിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? എക്സസൈസ് ചെയ്യേണ്ടത്. കാരണം അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഉസ്താദന്മാരൊക്കെ അസറിന് ശേഷം ഏത് കോളേജിൽ നോക്കിക്കോ, എല്ലാ കോളേജിലും അസറിന് ശേഷം പഠിത്തം നഹിഹേ, ആ സമയത്ത് എക്സസൈസ് കളിയൊക്കെയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസർ നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ആരോഗ്യം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അസർ നമസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അസർ നമസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവൻ ആരോഗ്യവും കൊടുക്കും, അവൻ അള്ളാഹു രോഗിയാക്കില്ല, അവൻ ആരോഗ്യവും കൊടുക്കും, നരകമോചനവും കൊടുക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഗ്രിബ് നമസ്കാരം, മഗ്രിബ് നമസ്കാരം അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ സ്വീകരിച്ചത് എപ്പോഴാണ്? മഗ്രിബിന്റെ സമയത്താണ്. ആദം നബി അലൈഹിസ്സലാം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദം നബിയുടെ തൗബ 300 വർഷക്കാലം ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് പഴം കടിച്ചതിന്റെ പേരിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തുകൊണ്ട് നടന്ന ആദം നബിയുടെ തൗബ സ്വീകരിച്ചത് മഗ്രിബിന്റെ സമയത്താണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മഗ്രിബ് നമസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ അവന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാ പണ്ട് മുതലേ മഗ്രിബിന്റെ മുമ്പേ ഉദവെടുത്തിട്ട് പ്രായമുള്ളവരൊക്കെ പള്ളികളിലൊക്കെ നേരത്തെ കാലത്തെ കയറിയിരുന്നത് ദിക്റ് പറയും, അങ്ങനെയുള്ള ഇബാദത്തുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, ബാങ്ക് വിളിക്കും, നിസ്കരിക്കും, സുന്നത്തും ഇല്ല, ഓട്ടം തന്നെ. എവിടാപ്പാ? പണ്ടൊക്കെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ 6 മണിയായാൽ എല്ലാവരും വീടിനകത്ത് കയറിക്കൊള്ളണം, എല്ലാ കലാപരിപാടികളും അവസാനിപ്പിച്ച് മഗ്രിബിന്റെ തൊട്ടു മുമ്പിരുന്ന് ദിക്റ് പറഞ്ഞു ഫർദ് നിസ്കരിച്ചു വാക്കിയ ഓതി സജദ ഓതി മുൽക്ക് ഓതി യാസീൻ ഓതി ദുആ ചെയ്യുമായിരുന്നു. ഇപ്പം വേറെ പലതും ഓതുന്നേ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, പാഴാക്കി കളയരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇശാ നമസ്കാരം ഖബറിന്റെയും നാളത്തെ പരലോകത്തെ അന്ത്യനാളിന്റെയും ഇരുളാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇശാ നമസ്കാരമൊക്കെ ഇരുള്, വല്ലാതെ ഇരുളാണല്ലോ. അപ്പൊ ആ ഇശാ നമസ്കാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്തുള്ള ഇരുളിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഇശാ നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവന്റെ ഖബറും മുഖവും അള്ളാഹു പ്രകാശിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചു കിടക്കുമ്പോ ചിരിച്ചുകൊണ്ടും കിടക്കാം, ഖബറിന്റെ അകത്ത് പോയി കിടക്കുമ്പോ പ്രകാശവും അള്ളാഹു നൽകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സുബഹി വല്ലാതെ പ്രയാസമുള്ള നമസ്കാരമാണ്. കാരണം നല്ല ഉറക്കത്തിൽ കിടക്കുന്ന നമസ്കാരമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന് സുബഹി നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ അള്ളാഹു അവനെ മുനാഫിക്കീങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും, അതുപോലെ തന്നെ നരകമോചനം നൽകി സ്വർഗം നൽകുമെന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം. അള്ളാഹു 5 വഖത്ത് നിസ്കരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു ഉത്സാഹം നമുക്കുണ്ടാകണം, ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അത് ഏത് കാര്യമാകട്ടെ, നല്ല കാര്യങ്ങൾക്കാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന്റെ വിഷയമാണെങ്കിലും, നോമ്പിന്റെ വിഷയമാണെങ്കിലും, സദഖയുടെ വിഷയമാണെങ്കിലും, ഖുർആൻ ഓതുന്ന വിഷയമാണെങ്കിലും, ഇതുപോലെയുള്ള മജ്ലിസുകളുടെ വിഷയമാണെങ്കിലും, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടായാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക്
കടന്നു പോകാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ നല്ല കാര്യങ്ങൾ, നമസ്കാരങ്ങൾ, അതിലുപരിയായി സുന്നത്ത് നമസ്കാരങ്ങൾ, ഫർളിൽ വരുന്ന പിഴവുകൾ സുന്നത്തിലൂടെയാണല്ലോ. അപ്പൊ സുന്നത്ത് നമസ്കാരങ്ങൾ ഒഴിവാക്കരുത്. തഹജ്ജുദ് നിസ്കരിക്കണം, ദുഹാ നിസ്കരിക്കണം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തസ്ബീഹ് നിസ്കരിക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ വഖത്തിനും മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, ഇതൊക്കെ നിത്യമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയണം. സുന്നത്ത് നോമ്പുകളാകട്ടെ, അല്ലെങ്കിൽ ഏത് കാര്യങ്ങളുടെ മജ്ലിസുകളാകട്ടെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുകൾ ഓതാനുള്ള ഒരു മനസ്സ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നു. അള്ളാന്റെ ഖുർആൻ ഓതണ്ട എത്രയോ സൂറത്തുകൾ, ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സൂറത്തുൽ ഫാത്തിഹ ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും അറിയുന്നതാ. എല്ലാ രോഗങ്ങൾക്കുമുള്ള ശിഫയാണ് ഫാത്തിഹ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം രോഗങ്ങൾ, എത്രയോ രോഗങ്ങൾക്കുള്ള മരുന്നാണ് സൂറത്തുൽ ഫാത്തിഹ. അതങ്ങോട്ട് ഓതി ഇത്തിരി വെള്ളത്തിൽ ഓതി കുടിക്ക്. എന്റെ പ്രിയമുള്ളവരെ, എത്രയോ രോഗങ്ങൾക്കുള്ള മരുന്നാണ് ആയത്തുൽ കുർസി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ഒരു ആയത്തുൽ കുർസി എല്ലാവർക്കും ഓതാൻ അറിയുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗത്തിൽ പോകണോ ആയത്തുൽ കുർസി ഓത്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, മുത്തുനബി അവിടെ നിന്ന് പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യന് ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി നിത്യമായിട്ട് ഓതുന്നുണ്ടെങ്കിൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ. ഒരേ ഒരു മറ. അത് ഏത് മറ? അത് മരണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയത്തുൽ കുർസി ഓതുന്ന ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ ഒറ്റ തടസ്സമേ ഉള്ളൂ. ഒരേ ഒരു തടസ്സമേ ഉള്ളൂ. സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം. മരിച്ചാലല്ലേ പോകാൻ പറ്റൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? എല്ലാവർക്കും ആയത്തുൽ കുർസി അറിയാം. എത്ര പേര് ഓതുന്നു? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്ത് ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ? എല്ലാവർക്കും അറിയാം. എന്നാൽ എത്ര പേര് ഓതും? എത്ര പേരാ ഓതാ? നല്ല മനസ്സോടുകൂടി, തൗബയുടെ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒറ്റ പ്രാവശ്യം ഓതിയ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഈ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ, അല്ലാഹുവേ എന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു തരണേ അല്ലാ, ചെയ്തത് മുഴുവനും തെറ്റാണ് പടച്ചവനെ, ഇനി ഒരിക്കലും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യില്ല അല്ലാ, ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്ന പടച്ചവനെ, ഈ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അല്ലാഹു അവന്റെ പാപം മുഴുവനും പുറത്തു കൊടുക്കും. എന്റെ പ്രിയമുള്ളവരെ, സൂറത്തു യാസീൻ എത്ര മഹത്വമുള്ളതാ. യാസീൻ ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സൂറത്തു യാസീൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സൂറത്തു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അവൻ എന്താണോ റബ്ബിനോട് ചോദിക്കുന്നത് പടച്ചവൻ അത് കൊടുക്കുമല്ലോ. സൂറത്തുൽ മുൽഖ് എല്ലാവർക്കും അറിയുന്ന തബാറക്കല്ലദീ ബിയദിഹിൽ മുൽഖു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ സൂറത്ത് ആരെങ്കിലും മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഓതേണ്ട സൂറത്താ. ഈ സൂറത്ത് ഓതിയാൽ അവന്റെ ഖബറിന്റെ അകത്ത് അവന് യാതൊരു പേടിയും വേണ്ട. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് ചെല്ലുമ്പോ പ്രകാശമാ, ഒരു ഭയവും വേണ്ട. നിന്റെ ഖബറിന്റെ അകത്ത് രക്ഷയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ വാഖിയ ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇദാ വഖഅത്തിൽ വാഖിയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും അവന് ദാരിദ്ര്യം ഉണ്ടാകില്ല. സൂറത്തുൽ വാഖിയ ആരാണ് ഓതുന്നത്? നിർബന്ധമായിട്ട് നമ്മുടെ വീടുകളിൽ ഓതിപ്പിക്കണം. സൂറത്തുൽ വാഖിയ നമ്മുടെ മക്കളെ കൊണ്ട്, നമ്മുടെ പെൺമക്കളെ കൊണ്ട്, നമ്മുടെ ഭാര്യമാരെ കൊണ്ട് നിർബന്ധമായിട്ടും സൂറത്തുൽ വാഖിയ ഓതിപ്പിക്കുക. എന്റെ പ്രിയമുള്ളവരെ, ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരാതി പറയുന്നവരുണ്ട്, ഉസ്താദെ സിഹ്റ് ബാധിച്ചു, ശൈത്താൻ പിടിച്ചു, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനും സൂറത്തുണ്ട്. അള്ളാന്റെ ഖുർആനിൽ ഇല്ലാത്ത വല്ലതും ഉണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ, വെള്ളിയാഴ്ച ദിവസം ഇന്ന് ഓതി എത്ര പേരുണ്ട്? സൂറത്തുൽ കഹ്ഫ് ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം ഓതിയാൽ ഒരാഴ്ച അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
ഒരാഴ്ചത്തേക്ക്, അടുത്ത വെള്ളിയാഴ്ച വരെ ഇന്ന് ഓതിയവരാരും പേടിക്കണ്ട. നിന്റെ വീടിന്റെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളും. നിന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീട്ടിൽ ശൈത്താന്റെ ഷർറുള്ളവരുണ്ട്, ശൈത്താന്റെ ഷർറ് വരക്കുപോക്കൊക്കെ ഉള്ളവരുണ്ട്. മാറാൻ വഴിയുണ്ട്. സൂറത്തുൽ ബഖറ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ ഏത് വീട്ടിൽ ഓതുന്നുണ്ടോ അവിടെ ശൈത്താനിന്റെ ഷർറ് ഉണ്ടാകില്ല എന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ഓരോ സൂറത്തിന്റെ മഹത്വമാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഓരോ സൂറത്തിന്റെ മഹത്വമായി ഇത് പറയണേ. അപ്പൊ ഖുർആൻ മുഴുവനും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മകൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അവിടെ ചിന്തിക്കണ്ടേ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലെ ഓരോ സൂറത്തുകൾക്ക് ഈ മഹത്വം ഉണ്ടെങ്കിൽ, 114 അധ്യായങ്ങൾ ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു മകനുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന 40ഓളം വരുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളിൽ 11 ഹാഫിളീങ്ങൾ. അവിടുത്തെ ഉസ്താദ് പറഞ്ഞു, ഓരോ മാസവും 2500 രൂപയാണ് ഉസ്താദ് ഒരു വിദ്യാർത്ഥിയുടെ ചെലവ്. ഓരോ ഉമ്മമാർ, ഓരോ ഉപ്പമാർ, അതിലെ ഓരോ വിദ്യാർത്ഥികൾക്ക് ഓരോ മാസവും കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ കൊടുത്ത ഉമ്മമാരൊക്കെ ഇന്ന് വലിയ സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാഹ്, അവർക്ക് ഹാഫിളാകാൻ പറ്റിയില്ല, അവരുടെ മക്കളെ ഹാഫിളീങ്ങളാക്കാൻ പറ്റിയില്ല. പക്ഷേ അവര് ഭക്ഷണം കൊടുത്തിട്ട് ഒരു കുട്ടിയെ ഹാഫിളാക്കാൻ പറ്റിയല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച 11 ഹാഫിളീങ്ങൾ ഇന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നാളെ കഴിഞ്ഞ് മറ്റേനാള് ബഹുമാനായ സയ്യിദ് അവറുകൾ അവരുടെ ആ ഖുർആനിലെ അവസാനത്തെ സൂറത്തുകൾ അവര് തങ്ങളുടെ മുന്നിലിരുന്ന് ഓതിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോ, ആ മക്കൾക്ക് ഭക്ഷണം കൊടുത്തവർ, അവരെ സഹായിച്ചവർ, അവരെ സ്നേഹിച്ചവർ, എന്റെ പ്രിയമുള്ളവരെ, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും പരിശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ ആയത്ത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത്, ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ ഇന്നിവിടെ കൂടി ആരെങ്കിലും ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയി നമ്മുടെ മക്കളെ പിടിച്ചടുത്തിരുത്തിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് കണ്ടോതാൻ പഠിപ്പിച്ചാൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താ? വർഷങ്ങളോളം ഇബാദത്ത് ചെയ്ത പ്രതിഫലം. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് ഒരു വാപ്പയോ ഉമ്മയോ തന്റെ മക്കളെ പിടിച്ചടുത്തിരുത്തി കണ്ടോതാൻ പഠിപ്പിച്ചാൽ, അള്ളാഹുവിന്റെ റസൂല് പറയുന്ന അവർക്ക് വർഷങ്ങളോളം ഇബാദത്ത് ചെയ്ത കൂലി അള്ളാഹു കൊടുക്കുന്നുണ്ട്. ഇനി കാണാതെ പഠിപ്പിച്ചാലോ? ഇനി ഒരായത്ത് അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് മക്കളെ ഓതറാ എന്ന് കാണാതെ പഠിപ്പിച്ചാൽ, അതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾ നമ്മുടെ വീട്ടിലുണ്ടാകണം, നമ്മുടെ നാട്ടിലുണ്ടാകണം. അങ്ങനെയുള്ള പരിശ്രമങ്ങളുമായി നമ്മൾ ഇറങ്ങണം. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈ സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ആരെല്ലാം അവർക്ക് വേണ്ടി എല്ലാവിധ ബിൽഡിംഗ് കെട്ടിക്കൊടുക്കുന്നവർ, അവർക്ക് ഭക്ഷണം കൊടുത്തവർ, അവർക്ക് വസ്ത്രം കൊടുത്തവർ, അവരെ സ്നേഹിച്ചവർ, അള്ളാഹു നാളെ ഖുർആനിന്റെ തണലിൽ അള്ളാഹു നാളെ സ്വർഗത്തിലെത്തുന്ന വിഭാഗത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ലൈവ് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു മാസം 2500 രൂപയാണ്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരും മനസ്സ് വെച്ചാൽ ആ സ്ഥാപനത്തിലെ കുട്ടികളെ സ്വന്തം മകനെ പോലെ ഒരു മാസം നിങ്ങളുടെ മക്കളെ പോലെ നിങ്ങൾക്ക് എടുത്ത് വളർത്താൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇൻഷാ അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്ഥാപനത്തിന്റെ അഡ്രസ്സും അവിടുത്തെ അതുപോലെ തന്നെ അവിടുത്തെ അക്കൗണ്ട് നമ്പറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ലൈവിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അതിന്റെ എല്ലാം എഴുതിയെടുത്ത് ഇൻഷാ അല്ലാഹ് അവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളെയും നിങ്ങൾ ഏറ്റെടുക്കണം. ഒരു മാസം 2500 രൂപ ഒരു ഹാഫിദിന്റെ വാപ്പയാകാം. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോ 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു അവസരം കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ 40 പേരിൽ ഒരാളാകാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതിനുവേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. സദഖയ്ക്ക് വല്ലാത്ത മഹത്തമ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സദഖയുടെ പ്രതിഫലം എന്തെന്നറിയുമോ? അതിന് ലക്ഷങ്ങളുടെ പ്രതിഫലമല്ല, ഒരു സദഖയുടെ പ്രതിഫലം നിറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം.
മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഒരു അടിമയെ വാങ്ങി. ആ അടിമയെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വാങ്ങിയപ്പോൾ അദാ മുഖറബുൽ അംലാഖ് മലക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടുന്ന് ഒരു അടിമയെ വാങ്ങിയപ്പോ അടിമയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറയുകയാണ്, യാ മുഹമ്മദ് ഖുർജ് ഹാദിഹിൽ ജാരിയ മിൻ ബൈതിക ഫഇന്നഹാ മിൻ അഹ്ലിന്നാർ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ആ മക്കളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന ഉമ്മമാരെ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉപ്പമാരെ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം കേട്ടോ, അല്ലാഹു നിങ്ങൾ കൊടുക്കുന്ന സദഖയ്ക്ക് തരുന്ന പ്രതിഫലം കേട്ടോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് തനിക്ക് വേണ്ടി ഒരു അടിമയെ മേടിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, ആ അടിമയെ വിട്ടേക്ക് നബിയേ, ആ അടിമയെ വിട്ടേക്ക് നബിയേ, അത് അഹ്ലുന്നാ, നരകത്തിന്റെ അവകാശികളിൽപ്പെട്ട ഒരു മനുഷ്യനാണ്, അത് നരകത്തിന്റെ അവകാശികളിൽപ്പെട്ടതാ, അതുകൊണ്ട് വിട്ടേക്ക് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറയുമ്പോ അതാ അടിമ അവിടെ നിന്ന് വിടുകയാണ്. വിടുന്ന സമയത്ത് ഒരു കാരക്കയെടുത്ത് കയ്യിൽ കൊടുത്തു. ഒരു കാരക്കയെടുത്ത് അടിമയെ വിടുമ്പോ നല്ല നിലയിൽ വിടണമെന്നാണല്ലോ. അവിടെ നിന്നൊരു കാരക്കയെടുത്ത് കയ്യിൽ കൊടുത്തു. അതാ അടിമ അവിടെ നിന്ന് നടന്നു പോവുകയാണ്. കുറച്ചു സമയം കഴിയുമ്പോ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അടിമയെ തിരിച്ചു വിളിക്കു നബിയേ, ആ പോകുന്ന അടിമയെ തിരിച്ചു വിളിക്കു നബിയേ, മിൻ അഹ്ലിൽ ജന്നാ, അടിമ സ്വർഗത്തിന്റെ അവകാശിയായിരിക്കുന്നു നബിയേ, ആ പോകുന്ന അടിമ സ്വർഗത്തിന്റെ അവകാശിയായിരിക്കുന്നു നബിയേ, നരകത്തിന്റെ അവകാശിയാണ് വിടാമുത്തി നബിയോട് പറഞ്ഞപ്പോ പറഞ്ഞു വിട്ട അടിമ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ, എങ്ങനെയാ സ്വർഗത്തിന്റെ അവകാശിയായത്? എങ്ങനെയാണ് സ്വർഗത്തിന്റെ അവകാശിയായത്? മിനിറ്റുകൾക്ക് മുമ്പ് നരകത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ മനുഷ്യനാണല്ലോ. ആ സമയത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് കൊടുത്ത ഒരു കാരക്കയുണ്ടല്ലോ, അങ്ങ് കൊടുത്ത ഒരു കാരക്കയുണ്ടല്ലോ, ആ കാരക്ക പോകുന്ന വഴിയില് ഒരു പാവപ്പെട്ടവനെ കണ്ടപ്പോ ആ കാരക്കയുടെ പകുതി സദക്ക കൊടുത്തു നബിയേ. തന്റെ കയ്യിലിരുന്ന കാരക്കയുടെ പകുതി സദക്ക കൊടുത്തതിന് കാരണം അല്ലാഹു സ്വർഗവാസികളിൽ പെടുത്തി നബിയേ. തന്റെ കയ്യിലിരുന്ന ഒരു കാരക്കയുടെ പകുതി സദക്ക കൊടുത്തപ്പോ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ അവകാശിയായെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളികൾക്ക് വേണ്ടി കൊടുക്കുന്നവരോ, അതാ ഖുർആൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നവരോ, യതീമായ പെൺകുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നവരോ, രോഗികളായി കിടക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കുന്നവരോ, അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്തായിരിക്കും? ഒരു കാരക്കയുടെ പകുതി കൊടുക്കുന്നവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലം ഇതാണെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ 40 മക്കളുണ്ടല്ലോ, ഈ മക്കളിൽ ഒരാളെ ഒരു മാസത്തേക്കെങ്കിലും ഏറ്റെടുത്ത അല്ലാഹു നാളെ തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി, ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് ഈ ഹാഫിളായ മക്കൾക്ക് അല്ലാഹു 40 പേരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാ അവസരം കൊടുക്കുമ്പോ ഈ മക്കളെ പഠിപ്പിച്ചവരുണ്ടല്ലോ, ഈ മക്കൾക്ക് ഭക്ഷണം കൊടുത്തവരുണ്ടല്ലോ, 40 പേരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ അല്ലാഹു അവസരം കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഖുർആനൊക്കെ പഠിക്കുന്ന മക്കൾ വന്നിട്ട് കൈ പിടിച്ചിട്ട് പറയും, ഞാൻ കൊണ്ടുപോകാം. ആരാടാ നീ?
എടാ, എന്റെ മോൻ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, എന്റെ കൂടപ്പിറപ്പും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസം സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നീ ആരാ? ഞാൻ പഠിക്കണ കാലത്ത്, ഞാൻ ഖുർആൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഭക്ഷണം തന്നത് നിങ്ങളാ. എനിക്കിന്ന് 40 പേരെ കൊണ്ടുപോകാൻ നിങ്ങൾ കൂടിക്കോ, കയ്യെ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകും. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ ഖുർആൻ നമ്മളെ മക്കളെ പഠിപ്പിക്കുക. നമ്മുടെ നാട്ടിലും നമ്മുടെ വീടുകളിലും അൽഹംദുലില്ലാഹ് ഇതുപോലെയുള്ള ഹാഫിളീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ഥാപനത്തിന് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. കരുണക്കടലായ പടച്ചറബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിന്റെ പ്രവർത്തകന്മാർ, അതിന്റെ ഉസ്താദന്മാർ, അതിന്റെ നടത്തിപ്പുകാർ, അല്ലാഹു എല്ലാവർക്കും ദുനിയാവും ആഖിറവും അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിക്കുന്ന മക്കൾ, ആ മക്കൾക്ക് അല്ലാഹു നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളുടെ കയ്യിൽ പിടിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കൾക്ക് എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.